നമസ്കാരം. ആൻഡമാൻ ഐലൻഡ്സിലെ സമുദ്രങ്ങൾ, അതായത് ബീച്ചുകൾ ഭയങ്കര രസമാണ്. നമ്മൾ ഇന്ന് ആൻഡമാൻ ഐലൻഡ്സിലെ ബീച്ചുകൾ കാണാൻ പോവാണ്. നമ്മൾ വീർ സവർക്കർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ വന്നിറങ്ങി ഹോട്ടലിൽ വന്ന് താമസിച്ചു. ഈ ഹോട്ടലിലാണ് താമസിച്ചത്. ആക്ച്വലി ഇവിടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മളൊരു നാട്ടും പ്രദേശത്തുകൂടി യാത്ര ചെയ്യണം. കേരളത്തിലെ ഒരു നാട്ടും പ്രദേശത്തുകൂടി യാത്ര ചെയ്യുന്ന ഒരു അതേ ഫീൽ തന്നെയാണ്. ഈ ഒരു ബിൽഡിങ്ങും അതിൻ്റെ ആ ഒരു ഇൻഫ്രാസ്ട്രക്ചറൊക്കെ കണ്ടില്ലേ, നമ്മുടെ കേരളം പോലെ തന്നെയാണ്. ഒരു 2000-ൽ എങ്ങനെയായിരുന്നു കേരളം എന്ന് പറഞ്ഞ പോലത്തെ രീതിയിലാണ് ഇപ്പോൾ അവിടെയുള്ളത്. ഇത് ജയിലാണ്, നമ്മുടെ കാലാപാനി ജയിൽ. അതിൻ്റെ ഫ്രണ്ടിൽ കൂടിയാണ് പോകുന്നത് നമ്മൾ. നമുക്ക് ഈ ആൻഡമാനിൽ ചെന്ന് കഴിഞ്ഞാൽ എവിടെയും ബീച്ചുകളാണ്. കാരണം വെള്ളത്താൽ ചുറ്റപ്പെട്ട പല പല ദ്വീപുകളാണ് ആൻഡമാനിലുള്ളത്. അതിൽ നമ്മൾ ആൻഡമാനിലെ ഒരു മെയിൻ ലാൻഡിലാണ് നമ്മൾ ഈ എയർപോർട്ടുള്ളത്. ബാക്കിയുള്ള സ്ഥലത്തുനിന്ന് എയർപോർട്ടിൽ ഒറ്റ എയർപോർട്ടേ ഉള്ളൂ അവിടെ. അതിനുശേഷം അവിടെ തന്നെയുള്ള ഒരു ബീച്ചിലേക്ക് നമ്മൾ നടന്നു പോവാണ്. ഇവിടെ നമുക്ക് 1-2 ബീച്ചുകളിൽ പോകാനുണ്ട്, 2-3 ഐലൻഡുകളിൽ പോകാനുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ടൂർ ഗൈഡ് ഇവിടെ വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ടൂർ ഗൈഡ്. അപ്പോൾ ഞങ്ങൾ ഫാമിലിയായിട്ട് എല്ലാവരും ഉണ്ട്. സെയ്യുണ്ട്, സുധി ഗേബ്രൻസ് ഉണ്ട്, സ്വർലയുണ്ട്, അമ്മയുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇതുപോലെ കണ്ടില്ലേ, ബ്രിഡ്ജ് പോലെ ഉണ്ടാക്കിയിട്ടിരിക്കുകയാണ് കടലിന് നടുക്കോട്ട്. കാരണം ഒരുപാട് ബോട്ടുകളും സ്പീഡ് ബോട്ടുകളും അതും ഇതൊക്കെ വന്ന് ആൾക്കാരെ കയറ്റിക്കൊണ്ട് പോകാനും ഒക്കെ ആയിട്ട്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു ഓഫ് സീസൺ ടൈമാണ്, അതുകൊണ്ടാണ് റഷ് ഇല്ലാത്ത. അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഭയങ്കര തിരക്കുള്ളൊരു സ്ഥലമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഓഫ് സീസൺ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയത്ത് ചെറിയ ചാറ്റൽ മഴകൾ എപ്പോഴും ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. ചിലപ്പോൾ നല്ല വെയിലായിരിക്കും, പെട്ടെന്ന് 10 മിനിറ്റ് കഴിയുമ്പോൾ മഴ പെയ്യും. ആ മഴ ചിലപ്പോൾ ഒരു 2 മണിക്കൂർ നിൽക്കും, പിന്നെ പെട്ടെന്ന് വെയിൽ വരും. വെയിലിന് നല്ല പൊള്ളണ ചൂടുമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇതുപോലെയുള്ളൊരു ബോട്ടിലാണ്. ഇതിൽ 10 പേർക്ക് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. ഭയങ്കര സേഫ്റ്റി കൺസേൺ ഒക്കെയാണ്. 10 പേരിൽ കൂടുതൽ കയറ്റാൻ പറ്റത്തില്ല. അവിടെ പോലീസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. എപ്പോഴും ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള നമ്മളെ സേഫ്റ്റി ജാക്കറ്റുകളൊക്കെ ഇട്ടാണ് ഈ നമ്മുടെ ഈ ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുന്നത്. അപ്പം ആദ്യം ഒരു ഐലൻഡിൽ ചെല്ലുന്നു. അവിടെ ചെന്നിട്ട് ഞങ്ങളൊരു എന്താ പറയുക, അതായത് മറൈൻ ഷിപ്പുണ്ട്, അതായത് അണ്ടർ വാട്ടർ മറൈൻ ഷിപ്പുണ്ട് അവിടെ. അതിൽ ഞങ്ങൾ കയറി. അതിനിടയ്ക്ക് ചെന്ന് കയറി കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ ഫിഷുകളൊക്കെ കാണാൻ പറ്റും. ഒരുപാട് ഫിഷുകളുണ്ട്. അത് കണ്ടില്ലേ, ഈ ബോട്ടിൻ്റെ അടിയിൽ തന്നെ സബ്മറൈൻ, അതായത് നമ്മുടെ ബോട്ടിൻ്റെ അടിയിൽ തന്നെ ഗ്ലാസ് ഇട്ടിരിക്കുക. അപ്പം നമുക്ക് സൈഡിലേക്ക് മൊത്തം കാണാൻ പറ്റും. വിനോദസഞ്ചാരികളെ ആകർഷിക്കാനായിട്ട് പല പല ടെക്നോളജികളാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ആ ബോട്ടിലൊക്കെ കയറി ഒന്ന് സ്റ്റിയറിങ്ങിലേക്ക് ഒന്ന് പിടിക്കാം. അപ്പോൾ അതിൻ്റെ മുകളിലൊക്കെ കയറിയിരുന്നു. അപ്പോൾ അവർ ഓടിക്കൊണ്ടിരിക്കുകയാണ് ബോട്ട്, എന്നാൽ പോലും അവർ കയറ്റിയിരുത്തി. അതിനുശേഷം ഞങ്ങൾ വേറൊരു ഐലൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അതും ഇതുപോലെ തന്നെ റോസ് ഐലൻഡ് എന്ന് പറഞ്ഞ ഐലൻഡിലേക്ക്. അപ്പം റോസ് ഐലൻഡ് വളരെ പ്രശസ്തമാണ്. ഇപ്പോൾ അതിൻ്റെ പേര് സുഭാഷ് ചന്ദ്രബോസ് ഐലൻഡ് എന്നാണ്. റോസ് ഐലൻഡ് പ്രശസ്തമാകാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ ജയിൽ, അതായത് നമ്മുടെ വളരെ പ്രശസ്തമായ കാലാപാനി ജയിലിൻ്റെ ഈ ബ്രിട്ടീഷുകാർ മൊത്തം താമസിച്ചിരുന്നത് അവരുടെ സുഖവാസ കേന്ദ്രമായി കണക്കാക്കിയിരുന്ന റോസ് ഐലൻഡാണ്. കാരണം ഈ കാലാപാനി ജയിലിൽ നിന്ന് ചക്കൽ അങ്ങോട്ട് തൊട്ടടുത്ത ഐലൻഡാണ്. അതായത് വളരെ ഒരു 5 മിനിറ്റ് കൊണ്ട് ബോട്ടയിൽ ഈ പറഞ്ഞ റോസ് ഐലൻഡിലേക്ക് എത്താം. അപ്പോൾ ഈ റോസ് ഐലൻഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇഷ്ടം പോലെ മാനുകളൊക്കെ ഉണ്ട്. മാനുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം ഞങ്ങൾ അതൊക്കെ കണ്ടു. ഇത് എല്ലാ സ്ഥലത്തും ആൾക്കാർക്ക് വന്ന് ഇറങ്ങാനും ഇതുപോലെ നടന്നു പോകാനൊക്കെ ആയിട്ടുള്ള ഫെസിലിറ്റീസ് എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, വളരെ വിശാലമായ, എത്ര ആൾക്കാർ വന്നു കഴിഞ്ഞാലും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന സംവിധാനങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. പിന്നെ ഈ റോസ് ഐലൻഡിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാവൽ ചെയ്യാനായിട്ട് നമുക്ക് ഈ ചെറിയ ചെറിയ ബാറ്ററി വണ്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ 100 രൂപ എടുത്ത് നമുക്ക് മൊത്തം റോസ് ഐലൻഡ് മൊത്തം കറങ്ങി കാണാൻ. നമുക്ക് നടന്ന് വിഷമിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ മൊത്തം ഇതുപോലെ ഉണ്ട്, പാറകളും അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ ഉണ്ട് ചില സ്ഥലങ്ങളിൽ, മിക്ക സ്ഥലങ്ങളിലുമൊക്കെ. ഇതുണ്ടല്ലേ, ഇതൊരു ക്ലോക്ക് ടവറാണ്. ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ക്ലോക്ക് ടവറാണ് ഈ കാണുന്നത്, കണ്ടില്ലേ. അപ്പോൾ ബ്രിട്ടനിൽ നിന്നൊക്കെ കപ്പലുകൾ വരുമ്പോൾ ഈ ക്ലോക്ക് ടവറിലൊക്കെ കണ്ടില്ലേ, ലൈറ്റൊക്കെ കാണിച്ച് വെൽക്കം എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടില്ലേ. ഇവിടെ ഒരു സ്റ്റാച്ചു ഒക്കെ ഉണ്ട്. ഈ കാണുന്നതാണ് റോസ് ഐലൻഡ്സ്, കണ്ടില്ലേ. പിന്നെ ഇവിടുത്തെ ബീച്ചുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് കേട്ടോ. ഭയങ്കര രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണാടി പോലത്തെ വെള്ളങ്ങളൊക്കെയാണ്, കണ്ണാടി പോലത്തെ. ഹാവ്ലോക്ക് ഐലൻഡ് എന്ന് പറഞ്ഞൊരു ഐലൻഡിൽ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ബീച്ചാണിത്, ഹാവ്ലോക്ക് ഐലൻഡിലെ. അപ്പോൾ അവിടുത്തെ ബീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്റ്റൽ ക്ലിയർ. നമ്മൾ ഇതിനകത്തേക്ക് നടന്ന് ചെന്നാൽ പോലും നമുക്ക് വളരെ കൃത്യമായിട്ട് അടിയിലൊക്കെ വളരെ ഡീപ്പായിട്ട് കാണാം. അതുപോലത്തെ വെള്ളമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യ
നമ്മുടെ ഇന്ത്യയുടെ എന്തൊക്കെ കാര്യങ്ങളല്ലേ. ഒന്ന് ഇതുപോലെയുള്ള ബീച്ചുകൾ, ഇതൊക്കെ ഇന്ത്യയിൽപ്പെട്ടതാണ്. നമ്മുടെ ഈ ഐലൻഡുകളെല്ലാം, ബീച്ചുകൾ. അങ്ങേയറ്റത്തേക്ക് തന്നെ കാശ്മീർ, അതിൻ്റെ ഇടയ്ക്കായിട്ട് മരുഭൂമി, രാജസ്ഥാൻ. അങ്ങനെ എന്താ പറയണേ, വളരെ വ്യത്യസ്തമായ അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു രാജ്യം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ. നമ്മൾ ഇന്ത്യ തന്നെ നമുക്ക് ഇങ്ങേയറ്റം പോലെ അങ്ങേയറ്റം വരെ കണ്ടു കഴിഞ്ഞാൽ ഒരു വേൾഡ് കാണുന്നതിന് തുല്യമാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ആ തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചറുകളും എല്ലാം ഉണ്ട് നമ്മുടെ ഇന്ത്യയിൽ. കണ്ടില്ലേ ഇവിടുത്തെ ബീച്ചുകളൊക്കെ നോക്കി. ഇതൊരു കേന്ദ്രഭരണ പ്രദേശമാണ് ആക്ച്വലി. കണ്ടില്ലേ ഈ ബീച്ചുകൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചില സമയത്ത് ഈ കടലിൽ നിന്ന് വരുന്ന ഈ മരത്തിൻ്റെ, അതായത് ഈ ചില സ്ഥലങ്ങളിൽ ഈ കണ്ടൽക്കാടുകളുണ്ട്, അതിൻ്റെ കായൊക്കെയാണ് വന്ന് അടിഞ്ഞു കൂടണത്. അപ്പോൾ അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യും. ഈ ആകാശത്തിൻ്റെയൊക്കെ ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടർഫുൾ. പിന്നെ ഈ ബീച്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബീച്ച് കുറേ അങ്ങ് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാലും സെയിം താഴ്ച, അതായത് ഇങ്ങനെ ലെവലായിട്ട് കിടക്കുക. കുത്തനെയുള്ള ബീച്ചുകളല്ല. ചില ബീച്ചുകളുണ്ട് കുത്തനെ ഇറക്കായിട്ടുള്ള, അത് നമ്മൾ പെട്ടെന്ന് 2-3 കുറച്ചൊക്കെ കഴിയുമ്പോൾ തന്നെ ഭയങ്കര ഡീപ്പായിട്ടുള്ള ഇതിലേക്ക് പോകും. നമ്മൾ മുങ്ങിപ്പോകാൻ ചാൻസ് കൂടുതല. പക്ഷെ ഇതങ്ങനെയല്ല. ഇത് വിനോദസഞ്ചാരികൾക്ക് എനിക്ക് തോന്നുന്നു അവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി ഒന്ന് പോകും പ്രകൃതി. പിന്നെ ഞങ്ങൾ മറ്റൊരു ബീച്ചിൽ വന്നപ്പോൾ ഫുഡ് കഴിക്കാൻ വന്നപ്പം അതിൻ്റെ പുറകിലൊരു ബീച്ചുണ്ടായിരുന്നു, റെസ്റ്റോറൻറ്റിൻ്റെ ബാക്കിൽ. അപ്പോൾ അവിടെ നിന്നപ്പോഴാണ് ഒരുതരം സ്കൈ ബ്ലൂ കളറിലെ കടൽ. അപ്പോൾ ആ കറുത്ത ഭാഗങ്ങൾ കാണുന്ന അടിയിൽ പാറ ഉണ്ടായിട്ടാണ്, അല്ലെങ്കിൽ ഒരു മുകളിലെ സ്കൈ എങ്ങനെയാണോ അതുപോലെ തന്നെ താഴത്തും. അത്രയ്ക്ക് വർണ്ണമനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൻഡമാൻ ഐലൻഡ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആൻഡമാൻ ഐലൻഡ്. അപ്പോൾ അവിടുത്തെ നമുക്ക് ചില സമയങ്ങളിൽ നമുക്ക് അവിടുത്തെ ആ മഴ ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ലായിരിക്കും. അത് ഓഫ് സീസൺ ആയതുകൊണ്ടാണ് ആ മഴ വന്നത്. പിന്നെ ചൂട് അത്യാവശ്യമുണ്ട്. നിങ്ങൾ അത്യാവശ്യം നല്ല തൊപ്പിയും അല്ലെങ്കിൽ നല്ല കൂളിംഗ് ഗ്ലാസ്സും ഒക്കെ വെച്ച് പോവുക. പിന്നെ കാണാനായിട്ട് ഭയങ്കര രസമാണ്. ടു ബി ഹോണസ്റ്റ്ലി ഇവിടെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമുക്ക് കാണാനായിട്ട്. കണ്ടില്ലേ വെള്ളത്തിൻ്റെയൊക്കെ ആ ഒരു ഭംഗി കണ്ടില്ലേ, ആകാശത്തിൻ്റെ ഭംഗി കണ്ടില്ലേ, എന്ത് രസമാണെന്ന് നോക്കിയേ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു. ബൈ.